بسم الله الرحمن الرحيم. ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد ما يلفظ من قول إلا لديه رقيب عتيد وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1819 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖാഫിലെ 16 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد صدق الله العلي العظيم. സൂറത്ത് ഖാഫിലെ 16 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. തൊട്ടു മുമ്പുള്ള 2-3 ആയത്തുകളിലായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ അവയെ പഠനവിധേയമാക്കിയപ്പോൾ അല്ലാഹു ചില സമൂഹങ്ങളെ പരാമർശിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. ആദ്, സമൂദ്, അസ്ഹാബുർ റസ്, ഖൗമു നൂഹ്, ഇഖ്വാനു ലൂത്ത്, അസ്ഹാബുൽ ഐക്കത്ത്, ഖൗമു തുബ്ബഅ തുടങ്ങിയ വിഭാഗങ്ങളാണ്. അതേപോലെ ഫിറഔൻ, ഇവരെയൊക്കെയാണ് അള്ളാഹു അവിടെ പരാമർശിക്കുകയുണ്ടായത്. പ്രവാചകന്മാരെ നിഷേധിക്കുകയും പാരത്രിക ജീവിതം എന്ന ആശയത്തെ
ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്ത സമൂഹങ്ങളെ അള്ളാഹു ഭൗതിക ലോകത്ത് വെച്ച് തന്നെ നശിപ്പിക്കുകയുണ്ടായ കാര്യം ആ സമൂഹങ്ങൾക്ക് വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്ന സംഗതിയാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. പ്രവാചകന്മാരെ അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്നവരും പാരത്രിക ജീവിതത്തിൽ വിശ്വാസമില്ലാത്തവരുമായ ആളുകൾ സ്വാഭാവികമായി തന്നെ കുത്തഴിഞ്ഞ ജീവിത രീതികളിലേക്കും അധാർമികമായ അവസ്ഥകളിലേക്കുമൊക്കെ കൂപ്പുകുത്തുകയും അതിനെ തുടർന്ന് പല കാരണങ്ങളാലും അവർ ദൈവിക നടപടിക്ക് വിധേയരാകേണ്ടി വരുന്ന ഒരു കാഴ്ചയുമാണ് ചരിത്രത്തിലുടനീളം കാണപ്പെടുന്നത് എന്ന വിധത്തില് കാര്യങ്ങളെ പരാമർശിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രവാചകന്മാരൊരു യാഥാർത്ഥ്യമാണ് എന്നതും പ്രവാചകന്മാരെ അവഗണിച്ചുകൊണ്ട് പാരത്രിക ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ഒരു നിലപാടോടുകൂടി മുന്നോട്ട് പോകുന്ന സമൂഹങ്ങൾ വലിയ ധാർമ്മിക തകർച്ചയിലേക്ക് ചെന്ന് പതിക്കുകയും അതിന്റെ ഫലമായി ഭൗതിക ലോകത്ത് തന്നെ കടുത്ത ദൈവിക നടപടികൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ പിന്നിട്ട ഈ ആയത്തുകളിലായിട്ട് അല്ലാഹു വിശദമാക്കുന്നത്. എന്നിട്ട് അല്ലാഹു ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി, അഫഅഈന ബിൽ ഖൽഖിൽ അവ്വൽ, ഒന്നാമത്തെ സൃഷ്ടിപ്പിൽ തന്നെ നാം അങ്ങ് ക്ഷീണിച്ച അവശനായി പോയി എന്നാണോ ഇവര് കരുതുന്നത്? ബൽ ഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്, പുതുതായി സൃഷ്ടിക്കപ്പെടുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ പുനരുദ്ധരിക്കപ്പെടുന്നതിനെ കുറിച്ച് അവര് വലിയ ആശയക്കുഴപ്പത്തിലും അതുപോലെ അജ്ഞതയിലുമാണ്, അല്ലെങ്കിൽ സങ്കീർണമായ നിലപാടുകളിലുമാണ് അവരുള്ളത് എന്നൊരു കാര്യമാണ് അല്ലാഹു അതിനെ തുടർന്ന് അവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നിട്ട സമൂഹങ്ങളുടെ അനുഭവങ്ങൾ തന്നെ കാര്യങ്ങളെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ ധാരാളം മതിയായതാണ്. മക്കയിലെ ആ ഘട്ടത്തിൽ വിശേഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം കാര്യങ്ങളിൽ ഒരു നിലപാടിലേക്ക് എത്താൻ ഈ ചരിത്ര പാഠങ്ങൾ തന്നെ ധാരാളം മതിയായതാണ് എന്നൊരു പരോക്ഷമായ സന്ദേശമാണ് പിന്നീട് ആ ആയത്തുകളിൽ അല്ലാഹു നൽകുകയുണ്ടായത്. അതിനെ തുടർന്ന് മനുഷ്യന്റെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്നത് വ്യക്തമാക്കുന്ന ഏതാനും ആയത്തുകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മനുഷ്യൻ ഒരു പക്ഷേ തീർത്തും സ്വതന്ത്രനാണ്, അവന് എന്ത് നിലപാട് സ്വീകരിച്ചുകൊണ്ടും മുന്നോട്ട് പോകാം, അവനെ ആരും നിയന്ത്രിക്കാനോ അവന്റെ കാര്യങ്ങളിൽ ഇടപെടാനോ ഒന്നും ആരും വരികയില്ല, അവന്റെ മേൽ യാതൊരു വിധത്തിലുള്ള നിരീക്ഷണവുമില്ല എന്നൊക്കെ കരുതുന്ന ഈ ദൈവനിഷേധപരമായ നിലപാട് സ്വീകരിക്കുന്നവരും പാരത്രിക ജീവിതത്തെ തള്ളിക്കളയുന്നവരുമായ ആളുകളെ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ അവസ്ഥ എന്താണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന ചില വെളിപ്പെടുത്തലുകളാണ് ഈ ആയത്തുകളിൽ അല്ലാഹു നടത്തുന്നത് എന്ന് കാണാൻ കഴിയും. വലഖദ് ഖലഖ്നൽ ഇൻസാന, നിശ്ചയമായിട്ടും മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് നാമാണ്. വലഖദ് ഖലഖ്നൽ ഇൻസാന, അല്ലാഹു യാതൊരു വിധത്തിലുള്ള സന്ദേഹവും ഇല്ലാതെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ വ്യക്തതയോടുകൂടി പറയുകയാണ്. ഒരാശയക്കുഴപ്പവും വേണ്ട. താനെ ഉണ്ടായതാണെന്നോ പരിണമിച്ചുണ്ടായതാണെന്നോ
അങ്ങനെയൊക്കെയുള്ള ആശയക്കുഴപ്പങ്ങള് അല്ലെങ്കിൽ തെറ്റായ ധാരണകളൊന്നും ആരും വെച്ചു പുലർത്തേണ്ടതില്ല. വലഖദ് ഖലഖ്നൽ ഇൻസാൻ, അള്ളാഹു തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറയുകയാണ്, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. വേറെ ആശയങ്ങളോ തെറ്റായ സങ്കല്പനങ്ങളോ ഒന്നും വേണ്ടതില്ല. നാം അത് ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പറയുന്നത്. നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. മാത്രവുമല്ല വനഅലമു, നാം അറിയുന്നു, മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സ് എന്തൊക്കെ പെറുപിറുക്കുന്നു, എന്തൊക്കെ മന്ത്രിക്കുന്നു എന്നത്, അല്ലെങ്കിൽ മനസ്സിൽ എന്തൊക്കെ തോന്നലുകൾ അവനുണ്ടാകുന്നു എന്നത് പോലും നാം അറിയുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ്. അവന്റെ മനസ്സിൽ എന്തൊക്കെ തോന്നലുകൾ രൂപപ്പെടുന്നു എന്നത് പോലും നാം അറിയുന്നുണ്ട്. കൃത്യതയോടെയും വളരെ വലിയ വ്യക്തതയോടും കൂടി അള്ളാഹു പറയുകയാണ്, ആശയക്കുഴപ്പത്തിലൊന്നും ആരും കടന്ന് കഷ്ടപ്പെടേണ്ടതില്ല. നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൽ പരിമിതമല്ല അവന്റെ മേലുള്ള നമ്മുടെ അവകാശവും നിയന്ത്രണവും ഒക്കെ. അവന്റെ മനസ്സിലുണ്ടാവുന്ന വസ്വാസ് പോലും തോന്നലുകൾ പോലും നാം കൃത്യമായിട്ട് അറിയുന്നുണ്ട്. യാതൊന്നും ഒളിച്ചു വെക്കാൻ അവന് സാധ്യമല്ല. അവന്റെ മേലൊരു നിയന്ത്രണവും ഇല്ലാതെ, അവന് പിടുത്തം കൊടുക്കാതെ അങ്ങനെ പാറിക്കളിക്കുകയാണ് എന്നുള്ള ധാരണയൊന്നും കൊണ്ട് നടക്കേണ്ടതില്ല. അവന്റെ മനസ്സിന്റെ തോന്നലുകൾ വരെ കൃത്യമായിട്ട് നാം അറിയുന്നുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ നഫ്സ്, അവന്റെ ആത്മാവ്, മനസ്സ് നടത്തുന്ന ചില പിറുപിറുക്കലുകൾ, ആ നിലക്കും അതിനെ മനസ്സിലാക്കാം. വസ്വാസ് എന്ന നിലക്ക് മനസ്സിലുണ്ടാകുന്ന ചില ആത്മഗതങ്ങളോ തോന്നലുകളോ ഒക്കെയാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. അത് മറ്റൊരാളോട് പങ്കുവെക്കുന്ന വിധത്തില് നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന കാര്യങ്ങളല്ല. മനസ്സിൽ അവനിങ്ങനെ ചിലത് സങ്കല്പിച്ച് നോക്കുന്ന, മനസ്സിൽ അങ്ങനെ ആസൂത്രണം ചെയ്യുകയോ ആലോചിക്കുകയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലും സൂക്ഷ്മമായിട്ട് നാം അറിയുന്നുണ്ട്. പൂർണ്ണമായിട്ട് എല്ലാ അർത്ഥത്തിലും മാപ്പ് ചെയ്യപ്പെടുന്നുണ്ട് മനുഷ്യൻ. അള്ളാഹു അവന്റെ സ്രട്ടാവ് എന്ന നിലക്ക് വളരെ വ്യക്തതയോടുകൂടി അവന്റെ മനസ്സിന്റെ പിറുപിറുക്കലുകൾ വരെ, മനസ്സിന്റെ തോന്നലുകളെ വരെ കൃത്യമായിട്ട് അറിയുന്നവനാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുകയാണ്, വനഹ്നു അഖ്റബു ഇലൈഹി, നാം അവനോട് വളരെ അടുത്താണുള്ളത്, വളരെ ചേർന്നാണുള്ളത്. അഖ്റബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത്. നഹ്നു അഖ്റബു ഇലൈഹി, അവനോട് വളരെ അടുത്താണ് നാം ഉള്ളത്. എന്തിനേക്കാളാണ്? മിൻ ഹബ്ലിൽ വരീദ്, വരീദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹബിലിനേക്കാൾ. ഹബിൽ എന്ന് പറഞ്ഞാൽ നാഡി, സാധാരണഗതിയിൽ കയറ് എന്നൊക്കെ പറയുന്ന ഒരു അത്തരം ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു പദമാണ്. നമ്മുടെ ശിരസിനെ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കണക്ട് ചെയ്ത് നിർത്തുന്ന ആ ഭാഗം, കഴുത്ത്, കണ്ടം എന്ന് പറയുന്നത്. ഈ കണ്ടത്തിനകത്ത് രണ്ട് ജോഗിലാർ വെയിൻസ്, ഒന്ന് ഇന്നർ അല്ലെങ്കിൽ ഇന്റേണൽ ജോഗിലാർ വെയിൻ എന്നും മറ്റത് എക്സ്റ്റേണൽ ജോഗിലാർ വെയിൻ എന്നും അറിയപ്പെടുന്നതാണ്. ഈ രണ്ട് നാഡികൾ, അതാണ് ഈ ശിരസിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഭാഗം. അപ്പോ ഈ രണ്ട് ഞരമ്പുകൾ, ജോഗിലാർ വെയിൻ എന്ന നിലക്ക് നമ്മൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ അതിന്റെ ചിത്രം വരെ നമുക്ക് കാണാൻ കഴിയും. അകത്തായിട്ട് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ജോഗുലാർ വെയിനും ബാഹ്യമായിട്ട് പുറത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ കൈകൊണ്ടൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്ന, വിരലുകൾ കൊണ്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലുള്ള വെയിനും രണ്ടും.
ഈ കണ്ടനാടിയിലെ ഞരമ്പുകൾ എന്നാണ് ഇതിന് പറയാറുള്ളത് മലയാളത്തിൽ. ഈ ഞരമ്പുകള്, ഈ നാഡികള് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എൻറ്റിറ്റിയോട് ഏറ്റവും അടുത്താണ് കിടക്കുന്നത്. അവന്റെ മസ്തിഷ്കം, ഹൃദയം, ശ്വാസകോശങ്ങള് ഇതിനോടൊക്കെ വളരെ ചേർന്ന്. ഇപ്പോ കൈകാലുകളൊക്കെ മുറിച്ചു മാറ്റപ്പെട്ടാലും ഒരാൾ ജീവിച്ചിരിക്കുമല്ലോ. അപ്പോ പിന്നെ ഞാൻ എന്ന സ്വത്തും ബാക്കിയുള്ള ഭാഗത്തിന്റെ അതിൽ കേന്ദ്രീകൃതമായിട്ട് നിലകൊള്ളുന്ന ഒരു എൻറ്റിറ്റി ആയിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഞാൻ എന്ന എന്റെ ആ ബോധത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സംഗതിയാണ് ഈ ഹബ്ലുൽ വരീദ്. അള്ളാഹു പറയുന്നത് അതിനേക്കാളും അവനോട് ചേർന്ന് കിടക്കുന്നു നാം എന്ന്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ഈ ഹബ്ലുൽ വരീദിനേക്കാൾ, കണ്ടനാടിയേക്കാൾ അവനോട് ഏറ്റവും അടുത്താണ് നാം ഉള്ളത്. എന്നിട്ട് അവന് നമ്മെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അംഗീകരിക്കാൻ അവൻ സന്നദ്ധനല്ല. അവൻ സ്വതന്ത്രനാണ്. അവന് തോന്നിയ പോലെ എന്തും ചെയ്യാം. എത്ര അടിസ്ഥാനരഹിതമായതായാലും എത്ര ബുദ്ധിശൂന്യമായതായാലും അതിന്റെ ഒന്നും പുറകെ പോകുന്നതിന് അവന് പ്രത്യേകിച്ച് യാതൊരു പ്രയാസമോ അല്ലെങ്കിൽ മനക്ലേശമോ ഒന്നുമില്ല. ഏകനായ സ്രഷ്ടാവായ റബ്ബിനെ ഉൾക്കൊള്ളുന്നതിനും അവൻ പറയുന്ന, അവൻ പഠിപ്പിക്കുന്ന, അവൻ നൽകുന്ന മാർഗദർശനം ഉൾക്കൊള്ളുന്നതിനൊക്കെയാണ് അവന് വൈമനസ്യമുള്ളത്. പ്രവാചകന്മാർ മുഖേന പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, മരണശേഷം ഒരു പുനരുദ്ധാരണമുണ്ട് എന്ന കാര്യം, ഇതൊക്കെ അംഗീകരിക്കാനാണ് അവന് ഏറ്റവും വലിയ വൈമനസ്യമുള്ളത്. എന്നാൽ അവര് മനസ്സിലാക്കട്ടെ, അവനെ സൃഷ്ടിച്ചൊരു നാമാണ്. അവന്റെ മനസ്സിലെ ഓരോ തോന്നല് പോലും നാം അറിയുന്നുണ്ട്. അവന്റെ കണ്ടനാടിയേക്കാൾ അവനോട് അടുത്താണ് നാം ഉള്ളത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സാന്നിധ്യവും അള്ളാഹുവിന്റെ ജ്ഞാനവും അള്ളാഹുവിന്റെ ഇടപെടലും കൊണ്ട് മനുഷ്യന്റെ സ്വത്വവും മനുഷ്യന്റെ നിലനിൽപ്പും മനുഷ്യന്റെ ഓരോ നിമിഷത്തിലുമുള്ള അവന്റെ ശരീര ഘടനയുടെ അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ പ്രവർത്തനം, ഇതൊക്കെയും നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. അള്ളാഹുവിന്റെ സാന്നിധ്യം, അറിവ്, ഇടപെടൽ ഒക്കെ കൊണ്ട് ഓരോ നിമിഷവും മനുഷ്യന്റെ ശരീരവും മനസ്സും ഒക്കെ നിയന്ത്രിക്കപ്പെടുന്നുണ്ട് എന്നതാണ് വസ്തുത. അത്രയും അവനോട് അടുത്താണ് നാം ഉള്ളത് എന്നാണ് അള്ളാഹു ഇവിടെ പ്രഖ്യാപിക്കുന്നത്. വനഹ്നു അഖ്റബു ഇലൈഹി. ചെറുതായിട്ടൊന്ന് ആലോചിക്കാൻ സന്നദ്ധരാവുകയാണെങ്കിൽ ഏവർക്കും അത് ബോധ്യപ്പെടും. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം, അതില് ഞാൻ എന്ന സ്വത്വത്തിന് എന്ത് കോൺട്രിബ്യൂഷൻ ആണുള്ളത്, ഞാൻ എന്ത് ഇടപെടലാണ് അതിൽ നടത്തുന്നത്, അത് അള്ളാഹു നിശ്ചയിച്ച ഒരു ക്രമം അനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതല്ലാതെ. നമ്മുടെ ശ്വാസകോശം, മസ്തിഷ്കം, അതുപോലെയുള്ള ശരീരാവയവങ്ങളൊക്കെയും തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആസൂത്രണമോ നിയന്ത്രണമോ നിർദ്ദേശമോ അനുസരിച്ചല്ല. അതിനെ സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് അതിന് വെച്ച വ്യവസ്ഥ അനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾ എത്ര പരിമിതമായിട്ടാണ് നമ്മുടേതായിട്ട് നിലകൊള്ളുന്നത്, നമ്മൾ മറ്റാരുടേതോ ആണ് എന്നതിനുള്ള തെളിവാണ് ശരീരത്തിലെ ഓരോ കോശവും ഓരോ അവയവവും. ശരീരത്തിലെ ഒരു കോശം പോലും നമ്മൾ കൽപ്പിക്കുന്ന പോലെയോ നമ്മൾ ആവശ്യപ്പെടുന്ന പോലെയോ പ്രവർത്തിക്കുന്നില്ല. അതിന്റെ പ്രവർത്തനം അതിന്റെ സ്രഷ്ടാവ് വെച്ച വിധത്തില് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാര്യം മനസ്സിലാക്കാൻ മനുഷ്യൻ സന്നദ്ധനായാൽ അവന് കൃത്യമായിട്ട് ബോധ്യപ്പെടും അവനോട്, അവന്റെ കണ്ടനാടിയോട് വളരെ അടുത്ത് തന്നെയാണ് അവന്റെ സ്രഷ്ടാവ് ഉള്ളത് എന്നത്. എന്ന് പറഞ്ഞാൽ അവന്റെ സ്രഷ്ടാവിന്റെ ഇടപെടലും സ്രഷ്ടാവിന്റെ ജ്ഞാനവും ഒക്കെയായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശത്തിന്റെയും പ്രവർത്തനത്തില്
അവന്റെ ഇടപെടലും അവന്റെ മേൽനോട്ടവും ഒക്കെ ഉണ്ട് എന്നതാണ് അത് വെളിപ്പെടുത്തുന്നത്. നാം അവനോട് അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്താണ് കിടക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഇത് ഇത്രയും വലിയ സജ്ജീകരണം ചെയ്തു വെച്ചത്, ഇത്രയും ഗംഭീരമായ ഒരു ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഒരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ കാലം കഴിഞ്ഞ് അങ്ങ് പോകാനല്ല. കൃത്യമായിട്ട് ഓരോ മനുഷ്യന്റെയും കാര്യത്തിലുള്ള അയാളുടെ ഓരോ സംഗതിയും രേഖപ്പെടുത്തപ്പെടുന്നതിന് വേണ്ടി അള്ളാഹു സംവിധാനം ചെയ്തിട്ടുണ്ട്. അതാണ് തുടർന്ന് പറയുന്ന കാര്യം. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വ അനിശ്ശിമാലി ഖഈദ്. അവന്റെ ഇടതും വലതും ഭാഗങ്ങളിലായിട്ട് ഇരിപ്പുറപ്പിച്ചിട്ടുള്ള രണ്ട് റിസീവർമാരുണ്ട്. തലഖ എന്ന് പറഞ്ഞാൽ ഏറ്റുപഠിക്കുക, ഏറ്റുപറയുക, അല്ലെങ്കിൽ ഏറ്റു വാങ്ങുക എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ സാധാരണ കോടതിയുടെ നിർദ്ദേശപ്രകാരം ചില സ്വത്തുവകകള് റിസീവർ ഭരണത്തിലേക്ക് നിശ്ചയിക്കുന്നത് കാണാം. തർക്കമുള്ള ഇടങ്ങള്, തർക്കമുള്ള ഭൂമി അല്ലെങ്കിൽ വീട്, ഇതൊക്കെ ഒരു തീരുമാനമാകുന്നത് വരെ ഒരു റിസീവറുടെ ചുമതലയിൽ ഏൽപ്പിക്കുന്ന ഒരു സംഗതി. സമാനമായ ഒരു രീതിയിൽ ഇവിടെ രണ്ട് മുതലഖിയാനാണ്. മുതലഖിയായിട്ട് രണ്ടുപേര്, ഇടതും വലതുമായിട്ട് രണ്ടുപേര് ഉപവിഷ്ടരാണ്. അവര് ഇരിക്കുകയാണ്, ഖഈദാണ്. ഇടതും വലതുമായിട്ട് രണ്ടുപേർ. അവരുടെ പരിപാടി എന്താണ്? അവര് റിസീവർമാരാണ്. തലഖ എന്ന് പറഞ്ഞാൽ ഏറ്റു പറയുക, ഏറ്റു പഠിക്കുക എന്നൊക്കെയാണ് ഭാഷാപരമായുള്ള അർത്ഥം. ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ എന്ന് സൂറത്തുൽ ബഖറയിൽ നമ്മൾ കണ്ടതാണ്. ഫതലഖ ആദമു മിർ റബ്ബിഹി, ആദം തന്റെ റബ്ബിൽ നിന്ന് കേട്ടുപഠിച്ചു, ഏറ്റുപഠിച്ചു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഏറ്റുവാങ്ങുക, ഒരു സംഗതി ഒരാളിൽ നിന്ന് കൈപ്പറ്റുക എന്ന അർത്ഥമാണ് അതിന് ഭാഷാപരമായിട്ടുള്ളത്. അപ്പോ രണ്ടുപേര് അവന്റെ ഇടതും വലതുമായി ഇരുന്നു കൊണ്ട് രണ്ടുപേര് നിരന്തരമായി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ കാര്യത്തിൽ അയാൾ എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് വിചാരിക്കുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിരന്തരമായി ഏറ്റുവാങ്ങി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാളുകള് ഇടതും വലതുമായിട്ട്. ഓരോ മനുഷ്യന്റെയും കാര്യത്തിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന രണ്ട് മലക്കുകളെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. അത് ഹദീസുകളിൽ ഈ ഇടതും വലതും ഇരിപ്പുറപ്പിച്ചിട്ടുള്ള രണ്ടാളുകളെ കുറിച്ച് ഹദീസുകളിലും പരാമർശം കാണാം. അപ്പൊ അള്ളാഹുവിടെ പറയുന്നത്, ഇത് യതലഖൽ മുതലഖിയാനി, യതലഖൽ മുതലഖിയാനി, കാര്യങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ട് റിസീവർമാർ. കാര്യങ്ങള് ഈ മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല സംഗതികളും, അവൻ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ വിചാരിച്ചു, അവന്റെ അടുക്കൽ ആരൊക്കെ വന്നു, അവൻ എങ്ങോട്ടൊക്കെ ആരുടെയൊക്കെ അടുക്കലേക്ക് പോയി തുടങ്ങിയിട്ടുള്ള സകല സംഗതികളും ആ ഇൻഫർമേഷൻ റിസീവ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്ന രണ്ടാളുകൾ. അങ്ങനെ രണ്ടാളുകള് ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് യതലഖൽ മുതലഖിയാനി, ഇങ്ങനെ രണ്ട് നിരീക്ഷകര്, രണ്ട് രേഖപ്പെടുത്താൻ ചുമതലപ്പെടുത്തപ്പെട്ട മലക്കുകൾ അവന്റെ ഇടതും വലതുമായി ഇരിപ്പുറപ്പിച്ചിരിക്കെ, മാ യൽഫിളു മിൻ ഖൗലിൻ, അവൻ ഒരു സംഗതിയും ഉരുവിടുന്നേ ഇല്ല, ഒരു സംഗതിയും അവൻ സംസാരിക്കുന്നേ ഇല്ല, ഇല്ലാ ലദൈഹി, അവന്റെ അടുക്കലില്ലാത്ത വിധത്തില് റഖീബുൻ അതീദ്, ഒരു വളരെ സന്നദ്ധനായ ഒരു നിരീക്ഷകൻ അവന്റെ അടുക്കൽ ഉണ്ടായിട്ടല്ലാതെ, ഉള്ള വിധത്തിലല്ലാതെ അവൻ യാതൊന്നും ഉരിയാടുന്നു പോലുമില്ല. റഖീബുൻ അതീദ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് രണ്ടാളുകളല്ല, ഒരാളെ കുറിച്ചുള്ള രണ്ട് വശങ്ങള്, രണ്ട് തലങ്ങൾ പറയുകയാണ്. റഖീബ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ട് കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. അതീദ് എന്ന് പറഞ്ഞാൽ
എല്ലാ നിലക്കും സന്നദ്ധതയോടുകൂടി, അപ്പോ പൂർണ്ണമായ സന്നദ്ധതയോടുകൂടി എല്ലാം നിരീക്ഷിച്ച് കൊണ്ടിരിക്കുന്ന ഒരാളുടെ സാന്നിധ്യമില്ലാതെ അവൻ യാതൊന്നും ഉരിയാടുന്നു പോലും ഇല്ല എന്നാണ് അള്ളാഹു കൂടെ പറയുന്നത്. മാ യൽഫിലു മിൻ ഖൗലിൻ, സംസാരിക്കുന്ന വിധത്തിൽ അവൻ ഒന്നും ഉരിയാടുന്നില്ല, ഒന്നും അവന്റെ വായിലൂടെ നാവിൻ തുമ്പിലൂടെ പുറത്തേക്ക് വരുന്നില്ല. ഇല്ലാ ലദൈഹി, അവന്റെ അടുക്കലുള്ള വിധത്തിലല്ലാതെ റഖീബുൻ അതീദ്, പൂർണ്ണ സന്നദ്ധതയുള്ള ഒരു നിരീക്ഷകൻ അവന്റെ അടുക്കലുള്ള വിധത്തിലല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു നിരീക്ഷകന്റെയും ശ്രദ്ധയിലോ അല്ലെങ്കിൽ ഒരു നിരീക്ഷകന്റെയും കാഴ്ചവട്ടത്തോ പെടാതെ ഒരു സംഗതിയും ഉരുവിടാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അത്രയും ക്ലോസ് വിജിലൻസ് ആണ് ഓരോരുത്തരുടെയും കാര്യത്തിൽ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹുവിന് അവന്റെ ഓരോ കാര്യവും അറിയാം. അതൊരു വശത്ത് അള്ളാഹുവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സിന്റെ തോന്നലുകളെ വരെ നാം അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ അള്ളാഹുവിന് ഇതൊക്കെയും ഓരോന്നും അറിയാൻ സ്വയമേ അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അവന് സംവിധാനമുണ്ട്. അത് കൂടാതെ രണ്ടുപേര് ഇടതും വലതുമായിട്ട് എല്ലാവിധത്തിലും അവന്റെ നിലപാടുകളും പ്രവർത്തനവും സംസാരവും ഒക്കെ രേഖപ്പെടുത്തുന്നതിനായിട്ട്, അത്തരം ഇൻഫർമേഷൻ ഒക്കെ റിസീവ് ചെയ്യുന്നതിനായിട്ട് രണ്ടുപേര് നിയമിതരായിട്ട് നിലകൊള്ളുന്നുണ്ട്. അപ്പൊ ഇവരിലെ ആരുടെയെങ്കിലും ഒരു ശ്രദ്ധയില് അല്ലെങ്കിൽ അവര് രേഖപ്പെടുത്തുന്ന വിധത്തില് ഉള്ളതല്ലാതെ ഒരു വാക്കും ഉരിയാടാൻ പോലും ഈ മനുഷ്യന് സാധിക്കുകയില്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, പൂർണ്ണമായ സന്നദ്ധതയോടുകൂടി കൃത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ സാന്നിധ്യത്തിലല്ലാതെ ഒന്നും ഉരിയാടാൻ അവന് സാധ്യമല്ല. ഇനി ജീവിതത്തിലുടനീളം മനുഷ്യന്റെ അവസ്ഥ ഇതാണെങ്കിൽ ജീവിതാന്ത്യം ഒന്ന് കണ്ടു നോക്കൂ. വജാഅത്ത് സക്രത്തുൽ മൗത്ത്, അങ്ങനെ ഇരിക്കുകയാണ് അവന് മരണവെപ്രാളം അവന്റെ അടുക്കൽ എത്തുന്നത്. വജാഅത്ത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ്, അത് സത്യവുമായിട്ടാണ് മരണവെപ്രാളം കടന്നു വരുന്നത്. എല്ലാ കാര്യത്തിലുമുള്ള തികവാർന്ന സത്യം അവനെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ മരണവെപ്രാളം കടന്നു വരുന്നു. സക്രത്തുൽ മൗത്ത് എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം. സക്രത്ത് എന്ന വാക്ക് മരണത്തിന്റെ മരണത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തില് ഒരാൾ അനുഭവപ്പെടുന്ന അർദ്ധബോധാവസ്ഥയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. മലയാളത്തിൽ സാധാരണഗതിയിൽ എളുപ്പത്തിൽ മരണവെപ്രാളം എന്ന് വിവർത്തനം ചെയ്യാണ് ഇതിന് ചെയ്യാറുള്ളത്. സക്രത്ത് എന്നുള്ളത് ഒരു ഷുഗർ അധികമായിട്ട് ശരീരത്തിൽ ഉണ്ടായാല് ഉണ്ടാവുന്ന ഒരു ബോധക്ഷയം പോലെയുള്ള ഒരു അനുഭവം. അങ്ങനെ ഒരു സംഗതിയാണ് ഭാഷാപരമായിട്ട് അതിന്റെ സൂചന. സക്രത്ത് എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ ഷുഗർ എന്നതിനുള്ള അറബിയിലെ വാക്ക് സുക്കർ, അത് തന്നെയാണ്. അത് അതിന്റെ റൂട്ടിൽ ഇതൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോ സക്രത്തുൽ മൗത്ത്, മരണത്തിന്റെ ഒരു അനുഭവം ഇയാൾക്ക് ഉണ്ടാകുന്ന ആ മരണവെപ്രാളം, അത് കാരണമായി ഉണ്ടാകുന്ന ബോധം ഉള്ള അവസ്ഥയും ഇല്ലാത്ത അവസ്ഥയും ഒക്കെ ആവർത്തിച്ചങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമുണ്ടല്ലോ, അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മരണവെപ്രാളത്തിന്റെ അവസ്ഥ. അത് വരുന്നത് കേവലം ഒരാളങ്ങ് മരിച്ചു പോവുക എന്നൊരു പ്രക്രിയയുടെ ഭാഗമായിട്ട് മാത്രമല്ല, അത് ഒരു യഖീന്റെ നിമിഷമാണ്. എല്ലാ സംഗതിയും മറഞ്ഞു കിടന്നിരുന്ന ഭൗതിക ലോകത്ത് നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് ബോധ്യമായി നമ്മൾ അംഗീകരിച്ചിട്ടില്ലാത്ത സകല സംഗതികളും യാഥാർത്ഥ്യമാണ് എന്നത് മറനീക്കി ബോധ്യപ്പെടുന്ന വിധത്തിൽ ഒരനുഭവമായിട്ടാണ് സക്രത്തുൽ മൗത്ത് വരുന്നത്. സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ് എന്നാണ് ഇവിടെ പറയുന്നത്.
വജാഅത്ത് സക്രത്തുൽ മൗത്ത്. എങ്ങനെയാണ് സക്രത്തുൽ മൗത്ത് വരുന്നത്? ബിൽ ഹഖ്, സത്യവുമായിട്ടാണ്. അള്ളാഹു യാഥാർത്ഥ്യമാണ്, അതുപോലെ പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്, പാരത്രിക ജീവിതം യാഥാർത്ഥ്യമാണ്, മലക്കുകൾ യാഥാർത്ഥ്യമാണ് എന്നതൊക്കെ അവനെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് സക്രത്തുൽ മൗത്ത് കടന്നു വരുന്നത്. ദാലിക, എന്നിട്ട് അവനോട് പറയപ്പെടുന്ന കാര്യം ഇതാണ്, ദാലിക മാ കുൻത മിൻഹു തഹീദ്. ഏതൊന്നിൽ നിന്നാണോ നീ ഓടി അകലാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതാണ് കേട്ടോ ഇത് എന്നാണ് അവനോട് പറയപ്പെടുന്നത്. ആ ഘട്ടത്തിൽ പറയപ്പെടുന്നു എന്നൊന്നും ഇവിടെ ഇല്ല, അള്ളാഹു ഒരു പ്രസ്താവന പോലെ പറയുകയാണ്. പക്ഷെ പറയുന്നത് ഈ മരിക്കാൻ പോകുന്ന മനുഷ്യനോടാണ്. ദാലിക മാ കുൻത മിൻഹു തഹീദ്. ഏതൊന്നിൽ നിന്നാണോ നീ അകന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്, ഒഴിഞ്ഞു മാറി അകന്ന് നിന്നിരുന്നത്, അത് ഇത് തന്നെയാണ് കേട്ടോ എന്നാണ് അവനോട് പറയുന്നത്. ദാലിക മാ കുൻത മിൻഹു തഹീദ്. നീ ഏതിൽ നിന്നാണോ അകന്നകന്ന് പോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അത് തന്നെയാണിത് എന്ന് പറഞ്ഞാൽ, അവൻ നിഷേധിച്ചു കൊണ്ടിരുന്ന സകല സംഗതികളും യാഥാർത്ഥ്യമാണ് എന്നത് അവന് ബോധ്യപ്പെടുന്ന ഒരു കൃത്യതയുടെ ബോധ്യമുണ്ടാവുന്ന ഒരു സമയം. അപ്പോ അവന് സത്യമാണ് എല്ലാ കാര്യത്തിലും എന്താണ് എന്നത് വെളിപ്പെടുന്ന വിധത്തിലാണ് കാര്യങ്ങൾ. മരണവെപ്രാളം വന്നു ചേരുന്നത്, അത് മരണവെപ്രാളം അനുഭവിക്കുന്ന ഘട്ടത്തിലെങ്കിലും യാഥാർത്ഥ്യം ബോധ്യപ്പെടാത്ത ഒരാളുണ്ടാവില്ല. ഫിറോവിന് വരെ അത് ബോധ്യപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് മുങ്ങി മരിക്കുന്ന ഘട്ടത്തിൽ ഫിറോൻ ബനു ഇസ്രായേലിന്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറയുകയുണ്ടായത്. പക്ഷെ ആ സമയത്തെ സക്രത്തുൽ മൗത്ത് വന്നു കഴിഞ്ഞാൽ ഒരാൾ എടുക്കുന്ന തീരുമാനങ്ങളോ അയാള് കാണിക്കുന്ന സന്നദ്ധതയോ ഒന്നും അംഗീകരിക്കപ്പെടുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. അവസരം കഴിഞ്ഞു, ഇത് വെറുതെ പോവുകയാണ്, കഴിഞ്ഞു. ആ പോകുന്ന നിമിഷം എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വിധത്തിലാണ് ആ പോക്ക്. കാരണം സക്രത്തുൽ മൗത്ത് വരുന്നത് ബിൽ ഹഖാണ്, സത്യവുമായിട്ടാണ്. അതുകൊണ്ട് ഏത് കാര്യത്തിലും മറ നീങ്ങിയിട്ട് സത്യം എന്ത് എന്നത് ബോധ്യപ്പെടാൻ അവന് സാധിക്കും. വജാഅത്ത് സക്രത്തുൽ മൗത്തി ബിൽ ഹഖ്. പക്ഷെ അത് അവനൊരു നിലക്കും പ്രയോജനപ്പെടുകയില്ല. വിളിച്ചു പറയുകയൊക്കെ ചെയ്തെന്ന് വരും, പക്ഷെ അത് കേൾക്കാൻ ആരും ഉണ്ടാവില്ല, അത് അംഗീകരിക്കപ്പെടുകയുമില്ല. ദാലിക മാ കുൻത മിൻഹു തഹീദ്. ഇതായിരുന്നു നീ ഏതിൽ നിന്നാണോ അകന്നു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇത് എന്നാണ് അള്ളാഹു ആ ഘട്ടത്തിൽ അവനോട് പറയുന്നത്. ഇത് അള്ളാഹു പറയുന്നതാവാം, ഇനി അതല്ലെങ്കിൽ മരണത്തിന്റെ മലക്ക് അവനെ പിടികൂടുന്ന ഘട്ടത്തിൽ അവനെ കേൾപ്പിക്കുന്ന സംഗതിയും ആവാം. വനുഫിഖ ഫിസ്സൂർ. അപ്പോ ഒരാളുടെ മരണഘട്ടം പിന്നിട്ടു, പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന്റെ ഘട്ടമാണല്ലോ. 3 കാഹളമൂത്താണ് ഖുർആൻ പരാമർശിക്കുന്നത്. ഒന്ന് ഈ ഫസാഇന്റെ നഫ്ഖത്തുൽ ഫസാഇ എന്ന് പറയുന്ന ഒരു കൂത്തുണ്ട്. അത് ലോകാന്ത്യം സംഭവിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സാധ്യതയെ കുറിച്ച് ബോധ്യമുണർത്തുന്ന അല്ലെങ്കിൽ ബോധമുണർത്തുന്ന ഒരു ഫസാ, എല്ലാവരും വിറകൊള്ളിക്കപ്പെടുന്ന ഒരു കാഹളമൂത്ത്. രണ്ടാമത്തത് ലോകത്തെ മുഴുവൻ മനുഷ്യരും ജീവജാലങ്ങളും ഒക്കെ ചത്തൊടുങ്ങുന്നതിന് കാരണമാവുന്ന ഒരു കാഹളമൂത്ത്. 3-ാമത്തെ കാഹളമൂത്താണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. സാധാരണ ഈ 2 പറയാറുള്ളൂ, എല്ലാം ചത്തൊടുങ്ങുന്നതിനുള്ള കാഹളമൂത്തും പിന്നെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാഹളമൂത്തും. പക്ഷെ ഖുർആനില് ഈ എല്ലാം മരിച്ചു വീഴുന്നതിന് കാരണമാകുന്ന കാഹളമൂത്തിന്റെ മുന്നേയുള്ള ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ഒരു കാഹളമൂത്തിന്റെ കാര്യവും പറയുന്നുണ്ട്. ഫസാഴ് എന്നാണ് അതിന് പരാമർശിക്കുന്നത്, ഈ നഫ്ഖത്തുൽ ഫസാഴ് എന്ന വിധത്തിൽ. അപ്പോ വനുഫിഖ ഫിസ്സൂർ, അതിനെ തുടർന്ന് ഒരാൾ മരിച്ചു, മറമാടപ്പെട്ടു, ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ തന്നെ പിന്നിട്ടിട്ടുണ്ടാവും. അതൊന്നും ഇവിടെ വിഷയമേ അല്ല. അതൊക്കെ
സെക്കൻഡുകൾ കഴിഞ്ഞ പോലെ മാത്രമേ ഉള്ളൂ. വനുഫിഖ ഫിസ്സൂർ, അങ്ങനെ കാഹളത്തിൽ ഊതപ്പെടുകയാണ്. ദാലിക യൗമുൽ വഈദ്, അതാണ് അള്ളാഹു താക്കീതായിട്ട് മുന്നറിയിപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ നാള്. ഇതത്ര നിനക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്ന ദിവസം. ഇതിനെക്കുറിച്ച്, ഈ നാളിനെ കുറിച്ച്, ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ നാളിനെ കുറിച്ച് നിനക്ക് താക്കീത് നൽകപ്പെട്ടതാണ്, മുന്നറിയിപ്പ് നൽകപ്പെട്ടതാണ്. ആ ഒരു നാളാണ് ഈ കാഹളത്തിൽ ഊതുന്ന ഈ മൂന്നാമത്തെ സംഭവം അരങ്ങേറുന്നത്. വനുഫിഖ ഫിസ്സൂർ ദാലിക യൗമുൽ വഈദ്, താക്കീതായി മുന്നറിയിപ്പായി അറിയിക്കപ്പെട്ട ആ നാള്, അതാണ് സംഭവിച്ചിരിക്കുന്നത്. വജാഅത്ത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്, അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാഹളം മുഴങ്ങുന്നതോടുകൂടി ഓരോ വ്യക്തിയും, കുല്ലു നഫ്സിൻ, എല്ലാ ആത്മാക്കളും എന്ന് പറയാം, അല്ലെങ്കിൽ എല്ലാ വ്യക്തികളും പ്രത്യക്ഷപ്പെടുകയായി. വജാഅത്ത് കുല്ലു നഫ്സിൻ, എല്ലാ വ്യക്തികളും പ്രത്യക്ഷപ്പെടുകയായി. ആ വ്യക്തിയോടൊപ്പം എന്തുണ്ട്? മഅഹാ സായിഖും വശഹീദ്, ഒരു തെളിക്കുന്നവനും ഒരു സാക്ഷിയും അവന്റെ കൂടെ ഉണ്ടാവും. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഓരോ മനുഷ്യനെയും ഏറ്റുവാങ്ങുന്നത് രണ്ട് മലക്കുകളാണ്. നേരത്തെ അവന്റെ ഇടതും വലതുമായി ഉണ്ടായിരുന്ന അതേ മലക്കുകൾ എന്നാണ് മുഫസ്സിറുകൾ അതിന് വിശദീകരണം നൽകുന്നത്. ആയിരിക്കാം, കൃത്യമായിട്ട് അങ്ങനെയാണ് എന്ന് ഖുർആൻ പറയുന്നില്ലെങ്കിലും അങ്ങനെ ആവാം. ഒരാള് മരണമടയുന്നതോടുകൂടി ഡ്യൂട്ടി അവസാനിപ്പിച്ച് മാറി നിന്ന മലക്കുകളുണ്ട്, രണ്ടുപേർ. അവൻ അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ ഈ രണ്ട് മലക്കുകൾ തന്നെ അവനെ ഏറ്റുവാങ്ങണം. എങ്ങനെയാണ്? വജാഅത്ത് കുല്ലു നഫ്സിൻ, ഓരോ ആത്മാവും ഓരോ വ്യക്തിയും അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് എണീറ്റ് പ്രത്യക്ഷപ്പെടുകയാണ്. അവന്റെ കൂടെ ഉടനെ തന്നെ അവനെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു സായിഖും ഒരു ഷഹീദുമുണ്ട്. സായിഖ് ഇവനെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് വിചാരണക്ക് നയിക്കുന്ന പണിയാണ്, മുന്നിന്ന് അയാളെ നയിക്കുന്ന. സായിഖ് എന്ന് പറഞ്ഞ ഡ്രൈവർ എന്നാണ് ഭാഷാപരമായിട്ട് അർത്ഥം. അതിന്റെ ഒരാൾ ആ തൊഴില് തന്നെ ചെയ്യുമ്പോ സവാഖ് എന്നൊക്കെ പറയും. അത് ഇതിന്റെ വേറെ രൂപമാണ് സായിഖ്. സാഖ എന്ന് പറഞ്ഞാൽ നയിക്കുക, തെളിച്ചു കൊണ്ടുപോവുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അങ്ങനെ വഴി കാണിച്ച് തെളിച്ചു കൊണ്ടുപോകുന്ന ഒരുവൻ, അല്ലെങ്കിൽ അവനെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരാള്. അതുപോലെ ഷഹീദ്, അവന്റെ കാര്യത്തിൽ സകല സംഗതികൾക്കും സാക്ഷ്യം വഹിക്കുന്ന ഒരുവൻ എന്ന് പറഞ്ഞാൽ ഇവന്റെ പ്രവർത്തനം, സംസാരം, നിലപാട്, സകല സംഗതികളും രേഖപ്പെടുത്തിയ ആ രേഖകളുമായിട്ട് രംഗത്ത് വരുന്ന ഷഹീദായിക്കൊണ്ടൊരു, സാക്ഷിയായിക്കൊണ്ടൊരു മലക്ക് അവനെ അള്ളാഹു നിശ്ചയിച്ച ഇടത്തേക്ക്, വിചാരണയുടെ മഹശറിലേക്ക് അവന് നയിച്ചു കൊണ്ടുപോകുന്ന ഒരു മലക്ക്. ഈ രണ്ടു പേരുമായിട്ട് അവനെ ഏറ്റുവാങ്ങി അവനെ നയിക്കുകയാണ്. എന്നിട്ട് അവനോട് പറയപ്പെടുന്ന കാര്യം ഇതാണ്: ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദ, ഇങ്ങനെ ഒരു നാള് വരാനിരിക്കുന്നു എന്നതിനെ കുറിച്ച് നീ പൂർണ്ണമായും അശ്രദ്ധയിലായിരുന്നു. ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദ, ഇങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാള്, എന്നിട്ട് നിന്നെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു സായിഖും നിന്റെ പുറകിലായിട്ട് നിന്റെ രേഖകളുമായിട്ട് വരുന്ന ഒരു ഷഹീദും, ഈ രണ്ടു പേരും നിന്നെ ആനയിച്ചു കൊണ്ടുപോകും എന്നൊരു കാര്യം, അതിനെക്കുറിച്ച് നീ പൂർണ്ണമായ അശ്രദ്ധയിലായിരുന്നു. ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദ ഫകശഫ്നാ അൻക ഗിതാഅക, ഇപ്പോ നിന്നിൽ നിന്ന് ആ മൂടി, ആ പർദ്ദ, ആ വിരി എടുത്തു മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് നിനക്കൊക്കെ ഉള്ളത് ഉള്ള പോലെ കാണാം. പഴയതുപോലെയല്ല, യാതൊരു മറയുമില്ല. നിനക്കെല്ലാം അതിന്റെ യാഥാർത്ഥ്യങ്ങളെ അതിന്റെ പച്ചയായ കൃത്യമായ രൂപത്തിൽ നിനക്ക് കാണാം. ഫകശഫ്നാ അൻക ഗിതാഅക,
കശഫ എന്ന് പറഞ്ഞാൽ നീക്കി എന്നാണ്. വിരിയൊക്കെ നീക്കണ പോലെ നിന്റെ ഹിതാഇനെ, നിന്റെ കണ്ണുകൾക്ക്, നിന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഒക്കെ ഒരു മറ ഇട്ടതായിരുന്നല്ലോ. ആ മറ നീക്കപ്പെട്ടിരിക്കുന്നു, നാം അതിനെ നീക്കിയിരിക്കുന്നു നിന്നിൽ നിന്ന്. ഫബസറുക്കൽ യൗമ ഹദീദ്, ഇന്ന് നിന്റെ കാഴ്ച, ഇന്ന് നിന്റെ ദൃഷ്ടികൾ വളരെ ഷാർപ്പാണ്, വളരെ കണിശതയോടുകൂടി നീ എല്ലാം കാണുക തന്നെ ചെയ്യും ഇന്ന് എന്നാണ് തുറന്നു പറയുന്നത്. ഒന്നും മറഞ്ഞു കിടക്കുന്നില്ല, ഒന്നും ഗോപ്യമല്ല, എല്ലാം കൃത്യതയോടുകൂടി നിനക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നു. ഒന്നും നിന്റെ കണ്ണുകളിൽ നിന്ന്, നിന്റെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു കിടക്കുന്നില്ല. ഹദീദ് എന്ന് പറഞ്ഞാല് ആ വാക്കിന് ഷാർപ്പിനെസ് എന്ന പോലെ തന്നെ ഇരുമ്പ് എന്നും അർത്ഥമുണ്ട്. ഇരുമ്പ്, കണ്ണുകള് ഇരുമ്പ് പോലെ തറച്ചുപോയ, കാഴ്ച കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പോലും പറ്റാതെ അങ്ങനെ ഉറച്ചു പോയ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നു എന്ന നിലക്കും ഈ പ്രയോഗത്തെ മനസ്സിലാക്കാം. നിന്റെ കണ്ണുകൾ, നിന്റെ കാഴ്ച, ദൃഷ്ടി അന്ന് ഇരുമ്പായിരിക്കും എന്ന വിധത്തിൽ. അതതിന്റെ കൃത്യതയും അതിന്റെ കണ്ട കാര്യത്തിന്റെ ആ ഭയാനകത കാരണമായിട്ട് ആ കണ്ണുകൾ, ദൃഷ്ടി അങ്ങ് ഉറച്ചു പോയ പോലെ ഉള്ള ഒരു അനുഭവം. അപ്പൊ ഇന്ന് നിന്റെ ദൃഷ്ടി വളരെ കൃത്യമാണ്, വളരെ ഷാർപ്പാണ്, ഒന്നും നിന്നിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നില്ല, എല്ലാം നിനക്ക് കാണാൻ കഴിയുന്ന ഒരവസ്ഥയാണെന്നുള്ളത്. ഇത് പലതും ഗോപ്യമാക്കി വെച്ചുകൊണ്ട് നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നാം ഒരു അവസരം തന്നിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ നീ ഗഫലത്തിൽ തന്നെ കഴിഞ്ഞു, നീ പൂർണ്ണമായ അശ്രദ്ധയിലായിരുന്നു. ഇങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുണ്ട് എന്ന കാര്യത്തിൽ പോലും, അതിനെക്കുറിച്ച് പോലും ഒരു ബോധമില്ലാതെയാണ് നീ കഴിഞ്ഞുകൂടിയിരുന്നത്. പക്ഷെ ഇന്ന് നിന്റെ ഇന്ദ്രിയങ്ങളുടെ മേലുള്ള ആ വിരി, ആ മറ നാം നീക്കിയിരിക്കുന്നു. നിനക്കെല്ലാം കൃത്യമായും തീക്ഷ്ണമായും കാണാൻ കഴിയും എന്നാണ് ആ ഘട്ടത്തിൽ അവനോട് പറയപ്പെടുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണത്തിന്റെ യാഥാർത്ഥ്യവും ഉയർത്തെഴുന്നേൽപ്പ് എന്ന സംഗതിയൊക്കെ നിഷേധിച്ചു കൊണ്ടിരുന്ന ആളുകൾ ജീവിതാന്ത്യത്തിൽ സക്രത്തുൽ മൗത്ത് അവരെ പിടികൂടുന്ന ആ സന്ദർഭത്തിൽ അവരുടെ നിലപാട് എന്തായിരിക്കും എന്നതാണ് തുടക്കത്തിൽ വിശദമാക്കപ്പെട്ടത്. പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിനുള്ള കാഹളം മുഴങ്ങുകയും ഓരോരുത്തരും 2 മലക്കുകളാൽ ആനയിക്കപ്പെടുകയും സായിഖും ഷഹീദുമായിട്ട് രണ്ടുപേർ അവരെ ആനയിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ഘട്ടത്തിലെ അവസ്ഥയാണ് വിവരിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.